ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ട്രാവൽ വ്ളോഗാണ് കേട്ടോ. പെരുന്നാൾ പിറ്റേന്ന് നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ വിശേഷമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന എവിടെയെന്ന് വെച്ചാൽ നമ്മൾ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കുറേ ആയി വന്നിട്ട്, എനിക്ക് തോന്നുന്നു മിനാനെ പ്രഗ്നൻ്റ് ആയ സമയത്താണ് ലാസ്റ്റ് ഞാൻ വന്നതെന്ന്. ഇവിടേക്ക് അങ്ങനെ എത്തലൊന്നുമില്ല, ആർക്കും അങ്ങനെ ഇഷ്ടമില്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ പെരുന്നാൾ പിറ്റേന്നൊക്കെ അല്ലേ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും, ട്രാഫിക്കും കാര്യമൊക്കെ. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാതെ ഇങ്ങോട്ടേക്ക് ആക്കിയത് കേട്ടോ. അപ്പം ഇവിടെ പോയി നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ മഴ സീസണല്ലേ, ഞങ്ങൾ പോയൊന്നും മഴയൊന്നുമില്ല ഇനി, അതുകൊണ്ട് തന്നെ സുഖം ഉണ്ടായിരുന്നു കേട്ടോ പോകാനും അവിടെ നിൽക്കാനും ഒക്കെ. അപ്പോൾ നമ്മൾ എൻട്രി ഫീന്ന് വരുന്നത് ഒരാൾക്ക്, വലിയവൾക്ക് വരുന്നത് 40 രൂപ, കുട്ടികൾക്ക് വരുന്നത് 20 രൂപ കേട്ടോ. അതെന്ന് വെച്ചാൽ 5 വയസ്സിന് മേലോട്ടുള്ള കുട്ടികൾക്ക് 20 രൂപ കേട്ടോ. അങ്ങനെയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. അപ്പം നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം ഉള്ളിലേക്ക് കയറ്റാൻ പറ്റൂല കേട്ടോ. അതായത് ലേസ് ഉണ്ടായിരുന്നു എൻ്റെ ബാഗിൽ, അതൊക്കെ ചെക്ക് ചെയ്ത് അതൊക്കെ വെളിയിലിട്ടതിന് ശേഷമാണ് പിന്നെ ഉള്ളിലേക്ക് നമ്മൾ കയറിയത്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ 1-2 വെള്ളച്ചാട്ടം അടിച്ചിരിക്കുകയാണ് കേട്ടോ. താഴെയുള്ള വെള്ളച്ചാട്ടം മാത്രമേ ഓപ്പൺ ആക്കിയുള്ളൂ, മുകളിൽ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് ഇപ്പോൾ അടിച്ചിരിക്കുകയാണ്. മഴക്കാലം ആയതുകൊണ്ട് വേനലിൽ ആ സമയത്തൊക്കെ തുറക്കലുണ്ട്. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ട് അപകടകരമായ സ്ഥലമാണല്ലോ, അതുകൊണ്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ പോകാൻ വേണ്ടിയിട്ടുണ്ട്, അത് വിചാരിച്ചിട്ട് അതിന് വന്നേ എന്നെ ഇങ്ങോട്ടേക്ക്. എപ്പോൾ ഇവിടെ വരികയാണെങ്കിലും അങ്ങോട്ട് കയറണമെന്ന് വിചാരിച്ചിട്ടാണ് വരിക, പക്ഷേ കയറാൻ പറ്റില്ല കേട്ടോ. ലാസ്റ്റ് വന്നപ്പോൾ മോളെ പ്രഗ്നൻസി ടൈമിലല്ലേ, അപ്പോൾ കയറാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനെ ഇവിടേക്ക് അങ്ങനെ വരലില്ല. നമ്മളെ നാട്ടിൽ നിന്നൊരു അരമുക്കാൽ മണിക്കൂറേ ഉള്ളൂ കേട്ടോ ട്രാവൽ ചെയ്യാനേ ഉള്ളൂ. പക്ഷേ എന്താ പറയുക, അവിടെ പിന്നെ അത്ര മക്കൾക്കൊന്നും കാണാൻ മാത്രമുള്ളൊരു സംഭവമൊന്നും ഇല്ലല്ലോ. ജസ്റ്റ് ഫോട്ടോ എടുക്കുക, അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യുക, അത്ര മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് കസിൻ സിസ്റ്റേഴ്സാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് വന്നത്. എൻ്റെ കൂടെ എവിടേക്കും വരുന്ന 2-3 ആൾക്കാരാണ് അവർ. എല്ലാ വീഡിയോസിലും ചില വീഡിയോസിലൊക്കെ അവരെ കാണലുണ്ടാവും. എല്ലാവരും മുഖപരിചയം എല്ലാവർക്കും ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൽ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടേക്കൊന്നും പോയില്ല, എനിക്ക് പേടിയായിട്ട്. കാരണം നമ്മൾ കൂടെ ആണുങ്ങൾ അറിയാൻ അളിയൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അളിയനാണെങ്കിൽ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ടിട്ട് അളിയൻ അങ്ങോട്ട് എവിടെ ഉള്ളത്, ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങോട്ടേക്ക് പോകാനും പേടി. പിന്നെ മുത്തില്ല എൻ്റെ കൂടെ കേട്ടോ. മുത്ത് ഞാൻ പറഞ്ഞില്ല, പെരുന്നാളിന് പോയി കഴിഞ്ഞു. അപ്പോൾ ഓന് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ വന്ന് എവിടേക്കും അവനില്ല. അപ്പോൾ മൂത്തമ്മൻ്റെ മോന് മുത്തിൻ്റെ തോണാണ്, അപ്പോൾ കൂട്ടിന് ഓനും ലൈറ്റ് എടുങ്ങേറും എനിക്കും. അങ്ങനെ മുത്തൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴോ അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അതുകൊണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കും ഒരു സമാധാനമായി, പിടിച്ച് വെച്ചാൽ നിൽക്കൂല. വെള്ളം കണ്ട ഓന് ഇഷ്ടമാണ് വെള്ളത്തിൽ കളിക്കാനൊക്കെ. പിന്നെ എൻ്റെ കൂടെ ഉമ്മയോ അല്ലെ ആരെങ്കിലും വേണം. അങ്ങനെ വെള്ളത്തിൻ്റെ ആ ഒരു ഏരിയയിലേക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ. ജസ്റ്റ് അവിടെ വരെ ഒന്ന് പോയി കണ്ട് അത്രമാത്രം. ഈ ഒരു പാലം നല്ല രസമാണ് കേട്ടോ. ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. മിനാക്ക് ഭയങ്കര പേടി കേട്ടോ. ഈ ഒരു പാലം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഓള് പറയണത് പൊട്ടി വെക്കും ഭയങ്കര പേടിയാണ്. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ പിന്നെ ആ ഒരു പേടി മാറി കേട്ടോ. ഫസ്റ്റ് ടൈം എന്നെ ആ ഒരു പാലത്തുമ്മൽ കാട് കയറിയപ്പോഴേക്കും അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്തോട്ട് ആൾക്കാരിങ്ങനെ നടക്കുന്നതനുസരിച്ച് ആയിട്ട് പിന്നെ ആകെ ബേജാറായിപ്പോയി. പിന്നെന്താ കാര്യമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ചാടുന്നത് കാണുക, പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്, അത് ആസ്വദിക്കുക, അങ്ങനെയൊക്കെയുള്ള പറ്റിയ സ്ഥലമാണ് കേട്ടോ. പിന്നെ വേനൽക്കാലത്ത് വന്നാൽ നല്ല രസമാണ്. ഇപ്പോൾ മഴത്തായം കൊണ്ട് വെള്ളം നന്നായിട്ടുണ്ടെങ്കിലും എന്താ പറയുക, നല്ല ശക്തിയിലുള്ള ചാട്ടമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായില്ല മഴ പെയ്തിട്ട്, അതുകൊണ്ട് അതിൻ്റേതായൊരു കുറവുണ്ട് വെള്ളത്തിന്. പിന്നെ വേനലാവുമ്പോൾ നല്ലൊരു സ്വസ്ഥതാണ്, ചൂടാണെങ്കിലും. മഴത്തെ ഒരു ചീച്ചിലാണ്, എവിടെ നോക്കിയാലും വെള്ളം, ആകപ്പാടൊരു എന്താ പറയുക ചീച്ചിലായിരിക്കും. പിന്നെ പേടിയാണ് നമുക്ക്, ഇങ്ങോട്ടൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, വൈദ്യുതി വീകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് വേണം ഇവിടേക്കൊക്കെ വരാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങോട്ടുള്ളോട്ടൊക്കെ ഇങ്ങനെ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടതിന് നമ്മുടെ നോർത്ത് സിറ്റി ഇല്ലേ, അങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ടോ. നോർത്ത് സിറ്റിക്ക് ഈ തുഷാരഗിരിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചുരത്തിലേക്ക് റോഡ്, നല്ല റോഡാണ് കേട്ടോ, അടിപൊളി റോഡാണ്. അവിടേക്ക് എത്തും. അവിടുന്ന് പിന്നെ ഞങ്ങൾ ഈങ്ങാപ്പുഴ അല്ല കൈതപ്പൊയിലല്ലേ, ജസ്റ്റ് എനിക്കിത് ഈങ്ങാപ്പുഴയും കൈതപ്പൊയിലും മാറിപ്പോട്ടോ. അങ്ങനെ അവിടെ എത്തി. എന്താ പറയുക, അവിടുന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അരിഞ്ഞ് തിരിഞ്ഞ് അവസാനം ഓല് പറഞ്ഞ് പള്ളീൻ്റെ ഉള്ളിൽ കാണാൻ
കയറാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് കയറാൻ പറ്റുന്നവർക്കൊക്കെ കയറാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓടി കയറിയിട്ടോ. പക്ഷേ അവിടേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ട് ഈ ഒരു ഭാഗം വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റൂ. അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത് ഉള്ളിലേക്ക് വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ച് പോയതേനും, പക്ഷേ അലൗഡ് അല്ല. അതുകൊണ്ട് പിന്നെ ഓലെ നിയമങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. എല്ലാവരും ക്യാമറ ഓണാക്കി ഫോണൊക്കെ ഓണാക്കിയിട്ടാണ് പോകുന്നത്. ഞങ്ങളും വിചാരിച്ച് എടുക്കാൻ പറ്റുമെന്ന്, പിന്നെയാണ് മനസ്സിലായി എടുക്കാൻ പറ്റൂല എന്ന്. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഓരോ കാര്യങ്ങളും അവർ പറഞ്ഞെന്ന് വിശദീകരിച്ച് അതൊക്കെ കേട്ടിരുന്ന് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചായയും കാര്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തല്ല, പിന്നാരാണ് ഓർമ്മ ആയത് ഇവിടെയും കൂടി അങ്ങ് എടുക്കാമെന്ന്, ഷൂട്ട് ചെയ്യാമെന്ന്. കുറേ ആയി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുത്തിന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.